മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയെ ആകമാനം നാണം കെടുത്തി മയക്കുമരുന്ന് മാഫിയയും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. രാജ്യാന്തര അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും അവർക്കൊത്താശ പാടുകയും ചെയ്ത കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ 3 സിവിൽ പോലീസ് ഓഫീസർമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് കേസിലെ പ്രതികളെ സഹായിച്ച കാക്കിക്കുള്ളിലെ പ്രതികളെ കുടുക്കിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും SP നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ വിപുലമായ അന്വേഷണം നടത്തുമെന്ന് SP ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇപ്പോൾ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർക്ക് ലഹരിക്കടത്ത് സംഘങ്ങളുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകളും ഫോൺ ബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ചീഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവള മേഖലയിൽ നിന്ന് വൻതോതിൽ മാരക ലഹരി മരുന്നായ MDMA പിടിച്ചെടുത്ത കേസിലെ 1-ാം പ്രതിയുമായി ഈ ഉദ്യോഗസ്ഥർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നാണ് ആഭ്യന്തര അന്വേഷണത്തിൽ തെളിഞ്ഞത്. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു വീട്ടിൽ വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന 40.59 ഗ്രാം MDMAയുമായി 2026 ജനുവരി 22-നാണ് പ്രധാന പ്രതിയെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഈ കേസിലെ നിയമപരമായ അന്വേഷണം അട്ടിമറിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനുമായി ഈ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് അന്ന് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ ഷറഫുദ്ദീൻ, ഗോവിന്ദരാജ് എന്നിവരെ SP അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ഇവർക്ക് പുറമെ നേരത്തെ കരിപ്പൂർ വിമാനത്താവളത്തിലെ 8 പോസ്റ്റിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ധനേഷിനെയും സസ്പെൻഷൻ വേട്ടയാൽ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തു നിന്ന് 2 കിലോഗ്രാം MDMA കടത്തുന്ന രാജ്യാന്തര സംഘവുമായി ധനേഷിന് അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ലഹരി മാഫിയയിൽ നിന്നും കോടികൾ കൈപ്പറ്റി നിയമപാലകർ തന്നെ വേലിചാടിയത് മലപ്പുറം പോലീസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് ആസ്ഥാനത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഫണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിരുന്നു. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു.